മഹാരാഷ്ട്രയിൽ വിമാന അപകടം. ബാരാമതിയിലാണ് അപകടം സംഭവിച്ചത്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറും വിമാനത്തിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. വിവരങ്ങളുമായി ലിജിൻ ചേരുകയാണ്. ലിജിൻ, എപ്പോഴാണ് അപകടം? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് അറിയാനാവുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? തീർച്ചയായിട്ടും വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. മഹാരാഷ്ട്രയിൽ തന്നെ ബരാമതി ആ മേഖലയിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. പ്രത്യേകിച്ച് ഈ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ അടക്കമുള്ള നേതാക്കളും അതോടൊപ്പം തന്നെ ചില വ്യക്തികളും ഈ സ്വകാര്യ വിമാനത്തിലുണ്ടായിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളായി അദ്ദേഹം ഈ ബരാമതിയിൽ തന്നെ ചില സ്വകാര്യ പരിപാടികളിൽ പങ്കെടുക്കാനായി അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് ഈ വിമാനം പുറപ്പെടുന്ന വേളയിൽ ചില സാങ്കേതിക തകരാറുകൾ എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. എന്തായാലും അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇനിയും ലഭിക്കേണ്ടതുണ്ട്. അങ്ങനെ ഈ വിമാനം പറന്നുയരുന്ന വേളയിലാണ് പെട്ടെന്ന് തകർന്ന് താഴെ വീഴുകയും പൂർണ്ണമായിട്ടും കത്തി നശിച്ചു എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ വളരെ കൃത്യമായി മനസ്സിലാകുന്നത്. എന്തായാലും ഇപ്പോൾ അവിടെ പ്രാദേശിക മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് ഈ അജിത് പവാർ അടക്കമുള്ള വിമാനത്തിലുണ്ടായിരുന്ന 6ഓളം പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. പൈലറ്റും അതോടൊപ്പം തന്നെ അജിത് പവാറും ഉൾപ്പെടെ അത് പോയിട്ട് 4 പേർ, അങ്ങനെ 6 പേരാണ് ഈ വിമാനത്തിലുണ്ടായിരുന്നത്. ഈ 6 പേരെയും അപ്പോൾ തന്നെ അടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ സൗകര്യങ്ങളുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. കാരണം ഈ ബരാമതി ആ ഒരു മേഖലയെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയ ഫെസിലിറ്റീസ് ഉള്ള മേഖലയല്ല. അതുകൊണ്ട് അവിടെ നിന്ന് മറ്റ് സ്ഥലത്തേക്ക്, മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള സാധ്യതകളൊക്കെ തന്നെ ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. എന്തായാലും അജിത് പവാർ അതിനകത്ത് ഉണ്ടായിരുന്നോ എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന സംശയം. പക്ഷേ എന്തായാലും ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്, അജിത് പവാറും ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള സ്ഥിരീകരണം ഇപ്പോൾ ലഭിക്കുകയാണ്. അത് ദേശീയ മാധ്യമങ്ങൾ അടക്കം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും എന്താണ് അപകട കാരണം എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. മാത്രമല്ല അദ്ദേഹത്തിന് ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പ്രധാനമായും ഇനി പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും അതിഗുരുതരമായിട്ടുള്ള പരിക്കേറ്റു എന്നുള്ളതാണ് നാട്ടുകാരും അതോടൊപ്പം തന്നെ പ്രാദേശിക മാധ്യമങ്ങളും ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നത്. ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്ന ആശുപത്രിയിൽ അതിനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടോ എന്നുള്ളതും ഇപ്പോൾ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മന്ത്രിമാരും അടക്കം ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. അതിനുശേഷം സാധ്യമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റണം എന്നുള്ളതാണ് അവർ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് അതായത് ഈ സ്ഥലത്ത് നിന്നും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മറ്റു പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ ബരാമതിയിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ നിന്നും ഈ പുറപ്പെടുന്ന വേളയിലാണോ, ഇനി അതല്ല എമർജൻസി ലാൻഡിങ്ങിനായി വീണ്ടും തിരികെ എത്തുന്ന വേളയിലാണോ വിമാനം തകർന്നു വീണത് എന്നതടക്കമുള്ള കാര്യങ്ങളും ഇനി അല്പസമയത്തിനകം തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും സ്വകാര്യ വിമാനമാണ് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത്. സ്വാഭാവികമായും ഈ ഒരു മണിക്കൂറിൽ ലഭിക്കുന്ന വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വളരെ അതികായനായ ഒരു വ്യക്തി കൂടിയാണ് അജിത് പവാർ. എക്കാലവും NCP 2 പിളരുന്ന വേളയിൽ പോലും അദ്ദേഹം വളരെ ശക്തമായി തന്നെ നിലകൊണ്ട, അല്ലെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കപ്പെട്ട ഒരു നേതാവ് കൂടിയാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ഒരു അപകട വാർത്ത പുറത്തു വരുന്നത്. എന്തായാലും മഹാരാഷ്ട്ര സർക്കാർ ഉദ്യോഗസ്ഥരും മന്ത്രിമാരും അടക്കം ഈ ഒരു മേഖലയിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും, അതായത് തുടർ ചികിത്സയ്ക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നതുമായ. ലിജൻ, ഏതായാലും അജിത് പവാർ സഞ്ചരിച്ചിരുന്ന പ്രൈവറ്റ് ജെറ്റാണ് തകർന്നു വീണത് എന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങളാണ്. അത് ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത്? എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് അറിയുന്ന വിവരങ്ങൾ? തീർച്ചയായിട്ടുമായ നമുക്ക് ആ ഒരു മേഖലയെ പരിശോധിക്കുകയാണെങ്കിൽ വലിയ, അതായത് നഗരപ്രദേശമല്ല, ഒരു ഇടത്തരം നഗരവും അതുമാത്രമല്ല അങ്ങനെ പ്രത്യേകിച്ച് പെട്ടെന്ന് വാഹന സൗകര്യങ്ങളും ഒന്നും എത്തുന്ന മേഖലയല്ല എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ ഇപ്പോൾ പറയുന്നത്. മാത്രമല്ല ഈ തകർന്നു വീണ ഉടൻ തന്നെ നാട്ടുകാരാണ് ആദ്യം ഓടിയെത്തിയത്. അതിനുശേഷം മറ്റ് രക്ഷാപ്രവർത്തകരും ഒക്കെ ചേർന്ന്, പോലീസും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ചേർന്നാണ് ഈ പരിക്കേറ്റവരെ അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഈ 6 പേരാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഗുരുതര പരിക്ക്. കാരണം നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, പൂർണ്ണമായിട്ടും ആ വിമാനം കത്തി നശിച്ചു കഴിഞ്ഞു. അതിന്റെ ഒരു അവശിഷ്ടങ്ങളും പോലും ശേഷിക്കാതെ അത് പൂർണ്ണമായിട്ടും കത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും അത്ര ആ പരിക്ക് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഈ 6 പേരെയും അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി അവർക്ക് പ്രാഥമിക ചികിത്സ നൽകി. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇത്രയും ഗുരുതരമായ പരിക്ക് ഏറ്റവരെ ചികിത്സിക്കാനുള്ള സൗകര്യം ആ ആശുപത്രിക്കുണ്ടോ, അല്ലെങ്കിൽ ആ ആശുപത്രിയിലുണ്ടോ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോൾ അവിടെ നിന്ന് മാറ്റാനുള്ള ഒരു സാഹചര്യം അവർ പരിശോധിക്കുന്നുണ്ട്. പക്ഷെ അതിനുള്ള സാധ്യത എത്രത്തോളമാണ് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാരണം അവിടെ നിന്ന് വാഹന സജ്ജീകരിച്ചതിന് ശേഷം മാത്രമേ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല അവരുടെ ആരോഗ്യനിലയെ സംബന്ധിച്ചുള്ള വ്യക്തത വരേണ്ടതുണ്ട്.
ഡോക്ടർമാർ അതനുസരിച്ച് ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. ചികിത്സയുടെ പ്രാഥമിക ഘട്ടത്തിൽ എന്നോണം ചികിത്സ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും അതൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇവർ അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മഹാരാഷ്ട്രയിലെ മറ്റ് മന്ത്രിമാരും അതോടൊപ്പം തന്നെ മറ്റ് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അധികൃതരും ഒക്കെ കൃത്യമായ നിർദ്ദേശങ്ങൾ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഇവരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകണം, അല്ലെങ്കിൽ അറിയിക്കണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇനി പ്രധാനമായും ഈ ആരോഗ്യനില അറിയുന്നതിനോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ, എന്തെങ്കിലും ഈ സ്വാഭാവികമല്ലാത്ത അസ്വാഭാവികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണോ ഈ വിമാനം തകർന്നു വീണത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതിനുള്ള അന്വേഷണവും ഒരു വശത്തുകൂടെ നടന്നു പോകുന്നുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഈ ആരോഗ്യ നില, അല്ലെങ്കിൽ ഈ ഉൾപ്പെട്ട 6ഓളം പേരുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇപ്പോൾ എന്തായാലും സർക്കാരും അധികൃതരും പ്രാധാന്യം നൽകുന്നത്. അതിനുശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോവുക. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഈ ബരാമതി ആ മേഖലയിൽ ഉണ്ടായിരുന്നു. ഈ രണ്ടാമത് വീണ്ടും തിരികെ വന്നതാണോ അതോ അപ്പോൾ അവിടെ നിന്നും ടേക്ക് ഓഫ് ചെയ്തതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് വിമാനം പെട്ടെന്ന് തകർന്നു വീണത്? എഞ്ചിൻ തകരാറാണോ, മറ്റെന്തെങ്കിലും കാലാവസ്ഥ വ്യതിയാനത്തിലോ ഉണ്ടായ എന്തെങ്കിലും മാറ്റം കൊണ്ടാണോ ഈ വിമാന അപകടം ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ ഈ 6ഓളം പേർ, അതായത് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ അടക്കമുള്ള ഈ വിമാനത്തിൽ സഞ്ചരിച്ചിരുന്ന 6 പേർ ഇപ്പോൾ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മായ, അറിയാനാവുന്ന ചില കാര്യങ്ങൾ ചില ഏജൻസികളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ 6 പേരും മരിച്ചു എന്ന തരത്തിലും വിവരങ്ങൾ വരുന്നുണ്ട്. ലിജിൻ, തീർച്ചയായിട്ടും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ PTI പോലെയുള്ള ANI പോലെയുള്ള മാധ്യമങ്ങൾ മറ്റ് പ്രാദേശിക മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള വിവരങ്ങൾ, റിപ്പോർട്ടുകൾ നൽകുന്നത്. എന്തായാലും ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സാധാരണ മാധ്യമങ്ങളൊക്കെ തന്നെ ഇങ്ങനെ കാത്തിരിക്കുന്നത്. കാരണം അത്രയും നമുക്കറിയാം, അത്രയും പ്രാധാന്യമുള്ള ഒരു വിഷയം കൂടിയാണ്. സ്വാഭാവികമായും അത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം നമുക്കത് പറയേണ്ട കാര്യമില്ല. അത്രത്തോളം കരുത്തനായിട്ടുള്ള വളരെ പ്രബലനായ ഒരു നേതാവിന്റെ ഒരു കാര്യം കൂടിയാണ്. സ്വാഭാവികമായും ഔദ്യോഗിക സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ മാധ്യമങ്ങൾ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പ്രാദേശിക മാധ്യമങ്ങൾ ആദ്യം മുതൽക്ക് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, വിമാനം പൂർണ്ണമായിട്ടും കത്തി നശിച്ചു. സ്വാഭാവികമായും അതിലുണ്ടായിരുന്ന ആളുകളുടെ പരിക്ക് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എന്തായാലും അദ്ദേഹം മരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അജിത് പവാർ വിമാനാപകടത്തിൽ മരിച്ചിരിക്കുന്നു എന്നുള്ള വളരെ ദുഃഖമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ദുഃഖിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഞെട്ടിക്കുന്ന വാർത്തയാണ്. എന്തായാലും ഈ വിമാന അപകടത്തിൽ ഉണ്ടായ അല്ലെങ്കിൽ അപകടത്തിന്റെ ഭാഗമായി 6 പേര് മരിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ ഈ ദേശീയ മാധ്യമങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് ശരിവെക്കുകയാണ്. ഇപ്പോൾ ആശുപത്രി അധികൃതർ തന്നെ അക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ ഈ പ്രാദേശിക മാധ്യമങ്ങൾ സൂചിപ്പിച്ച ആ ഒരു കാര്യം പൂർണ്ണമായിട്ടും ശരിവെക്കുകയാണ്. അജിത് പവാർ, മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ ഉൾപ്പെടെ 6 പേർ വിമാനാപകടത്തിൽ മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്ത. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ഒരു വിമാനാപകടം, വിമാനം പൂർണ്ണമായിട്ടും തകർന്ന് താഴെ വീണു. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മായ.